ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി സാറാണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, നമുക്കറിയാം ഓണം എക്സാമിന് ഏറ്റവും കുറഞ്ഞ നിമിഷങ്ങൾ മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത്. ഈ ഒരു അവസരത്തിൽ ഞാൻ വന്നിട്ടുള്ളത് ഇതുവരെയുള്ള ഓണം എക്സാമുകൾക്കൊക്കെ തുടർച്ചയായി കാണപ്പെട്ടിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായ ഒരു ടോപ്പിക് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. മക്കളെ, നിങ്ങൾ കാണേണ്ടത് ഇത് എസ്സേ വരെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്നുള്ളത് ആദ്യമേ ഞാൻ പറയട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും ആ ടോപ്പിക് എന്നുള്ളതല്ലേ. മക്കളെ, ഒന്നുമില്ല, ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട 4th ചാപ്റ്റർ ഉണ്ടല്ലോ, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിനകത്ത് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട ആ ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ടോപ്പിക് എന്ന് പറഞ്ഞാൽ മക്കളെ, നിങ്ങൾക്ക് അധികം തന്നെ സസ്പെൻസ് കൊടുക്കാതെ തന്നെ ഞാൻ പറയാം, റിവോൾട്ട് ഓഫ് 1857 ആണ്, അല്ലെങ്കിൽ 1857 കലാപത്തിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. കലാപക്കാരെ നിങ്ങൾ വികാരമില്ല. മക്കളെ, നിങ്ങൾ നോക്ക്, 1857 കലാപത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് 1857 നടന്ന കലാപത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ടാവല്ലോ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കലാപമായിരുന്നു ഇത്. നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് കോസസ് ഓഫ് ദി റിവോൾട്ട് ഓഫ് 1857. 1857 കലാപത്തിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാം. മകളെ, കാരണങ്ങൾ പറയുന്ന സമയത്ത് പ്രധാനമായിട്ട് നിങ്ങൾ കാണാൻ പറ്റുന്നത് 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ. അല്ലെ, ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കിയാൽ മതി, ദാറ്റ് ഈസ് മിസറീസ് ഓഫ് സിപ്പായി ആണ്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന ശിപ്പായിമാരുടെ ദുരിതങ്ങളാണ് ഇത് ഒന്ന് എന്ന് പറയുന്നത്, മിസറീസ് ഓഫ് ശിപ്പായിസ്. രണ്ടാമത്തെ നിങ്ങൾ നോക്ക്, മിസറീസ് ഓഫ് ഫാമേഴ്സ് ആണ്, കർഷകരുടെ ദുരിതങ്ങളാണ് ഇത് രണ്ടാമതായിട്ടുള്ളത്, മിസറീസ് ഓഫ് ഫാമേഴ്സ് ആണ്. തേർഡ് വൺ നിങ്ങൾ നോക്ക്, പോവേർട്ടി ഓഫ് ക്രാഫ്റ്റ്മെൻ ആണ്, ഈ പറയുന്ന കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യമാണ് ഇത് 3 എന്ന് പറയുന്നത്. നാലാമത്തത് ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് കിങ്സ് ആണ്, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പ്രശ്നങ്ങളാണ്. ഇങ്ങനെയുള്ള 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ റിവോൾട്ട് ഓഫ് 1857 അല്ലെങ്കിൽ 1857 കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നമ്മൾ പറയാറുള്ളത്. മകളെ, എക്സാമിനകത്ത് ഈ 4 എണ്ണം മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമോ എന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. എസ്സേയിൽ ഇത് മാത്രം എഴുതിയാൽ മതിയോ? പോരാ, ഈ 4 പ്രധാനപ്പെട്ടതിന്റെ പ്രധാനമായിട്ടുള്ള പോയിന്റ്, ഓരോ പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് തരണം ഓരോന്നും. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പോൾ മിസറീസ് ഓഫ് സിപ്പായി എന്ന് പറയുമ്പോൾ, മിസറീസ് ഓഫ് സിപ്പായി അല്ലെങ്കിൽ ശിപ്പായിമാരുടെ ദുരിതം എന്താണ്? മകളെ, ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് ആരാണ് ഈ ശിപ്പായി എന്നുള്ളത് നമുക്കറിയാം. ശിപ്പായി എന്നുള്ളത് നോക്കാം. ശിപ്പായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ആ യൂണിഫോം ധരിച്ചിട്ടുള്ള ആള്, അതായത് ബ്രിട്ടീഷുകാരുടെ പട്ടാള ബ്രിട്ടീഷ് ആർമിക്കകത്തുണ്ടായിരുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത്, ശിപ്പായിമാർ എന്ന് വിളിച്ചിരുന്നത്. അതായത് ഇന്ത്യക്കാരാണ്, പക്ഷെ വർക്ക് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തത്. മകളെ, ആ കാലഘട്ടത്തിൽ നിങ്ങൾ കാണേണ്ടത് ആ ആർമിക്കകത്ത് ബ്രിട്ടീഷുകാരായിട്ടുള്ള ഓഫീസേഴ്സിന് നല്ല സാലറിയും അവർക്ക് വേണ്ട അക്കമഡേഷൻസും അവർക്ക് നല്ല പ്രിവിലേജും അവർക്ക് കിട്ടിയിരുന്നുവെങ്കിൽ തുച്ഛമായ പൈസയും ഒരുപാട് അവഹേളനങ്ങളും ഒരുപാട് ചൂഷണവും സഹിക്കേണ്ടി വന്ന ആൾക്കാരായിരുന്നു ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാരെന്ന് പറഞ്ഞത്. ഇന്ത്യക്കാരെ തന്നെ പിടികൂടാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ എന്താണ്, ഇവരെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്, ഇവരിലൂടെയാണ് ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പം മക്കൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലേക്കുള്ള ഒരു അവസ്ഥയ്ക്കകത്താണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ശിപ്പായിമാർ എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് തിരിയുന്നത്. ആ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ആ തിരിയാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി, ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് കിട്ടിയിരുന്ന പുവർ സാലറി തന്നെയാണ്. അതായത് കുറഞ്ഞ പൈസയാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് കിട്ടിയിരുന്നത്. അതുകൂടാതെ മക്കളെ, ആ കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു റൂമർ പരന്നിരുന്നു. അതായത് ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഒരു പുതിയൊരു തോക്ക് കൊണ്ടുവരുന്നു. ആ തോക്കിന്റെ പേരാണ് എൻഫീൽഡ് റൈഫിൾസ് ആണ്. ആ റൈഫിൾസിനകത്ത് പ്രധാനമായിട്ട് ഒരു കാട്രിഡ്ജ് അല്ലെങ്കിൽ കാട്രിഡ്ജ് എന്ന് പറഞ്ഞാൽ തിര അവർ ഉപയോഗിച്ചിരുന്നു. ആ തിരയ്ക്ക് ഇതുപോലെ പശുവിൻ്റെയും പന്നിയുടെയും ഒക്കെ തന്നെ കൊഴുപ്പ് ഉപയോഗിച്ചിട്ടാണ് അതിനകത്തുള്ള ഉണ്ട അല്ലെങ്കിൽ കാട്രിഡ്ജ് ഉണ്ടാക്കിയെന്നുള്ള ഒരു റൂമർ അന്ന് എന്ത് ചെയ്തിരുന്നു, പരന്നിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരായിട്ടുള്ള ഈ പറയുന്ന ഈ ശിപ്പായിമാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുസും മുസ്ലിംസും ഒക്കെ തന്നെ അതിനകത്തുണ്ട്. സ്വാഭാവികമായിട്ടും പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് എന്ന് പറയുമ്പോൾ ഈ 2 മതക്കാർക്കും എന്താണ്, ഇത് ഭയങ്കരമായി റിലീജിയസ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവുകയാണ്, അവർക്ക് മതപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ അവർ പറയാണ്, ഞങ്ങളുടെ മതത്തിന് ഇതെതിരാണ്, ഞങ്ങൾ ഇത് ഉപയോഗിക്കില്ല എന്ന് പറയാണ്. പക്ഷേ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, നിർബന്ധമായി നിങ്ങൾ ഇത് ഉപയോഗിച്ചിരിക്കണമെന്ന് ഈ പറയുന്ന ഇന്ത്യക്കാരെ കൊണ്ട് അല്ലെങ്കിൽ ശിപ്പായിമാരെ കൊണ്ട് എന്ത് ചെയ്യാണ്, ഇവരിതുപോലെ തന്നെ ഇത് നിർബന്ധം പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മക്കളെ ശ്രദ്ധിക്കാതെ, ഇതാണ് ആ കാട്രിഡ്ജ്, ശ്രദ്ധിക്കണം. ഈ ഒരു തോക്കിനകത്തുള്ള ഈ ഒരു കാട്രിഡ്ജ് ഉണ്ട കണ്ടല്ലോ, ഇതുപോലത്തെ അതിൻ്റെ മുകളിലുള്ള കോട്ടിങ് വായ കൊണ്ട് കടിച്ച് പറിച്ചിട്ട് വേണം എന്ത് ചെയ്യണം, ഇത് ഉപയോഗിക്കണമെങ്കിൽ. അങ്ങനെ ഈ പറയുന്ന ഞങ്ങൾ ഇത് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ബ്രിട്ടീഷുകാർ ഭയങ്കരമായിട്ട് ഇവരെന്ത് ചെയ്തു, പ്രകോപിപ്പിച്ചു. അങ്ങനെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തു. അങ്ങനെ അവസാനം ഫോഴ്സ് ചെയ്യുന്നത് സഹിക്കാൻ പറ്റാതെ ഈ പറയുന്ന
ബരാക്പൂരിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെ ഷിപ്പോയി ആയിരുന്നു. ആ ഷിപ്പോയി തന്നെ നിർബന്ധിച്ച ആ ബ്രിട്ടീഷ് ഓഫീസറെ എന്ത് ചെയ്തു, വെടിവെച്ച് കൊന്നുകൊണ്ടാണ് ഈ പറയുന്ന 1857 റിവോൾട്ടിൽ എന്ത് ചെയ്യുന്നത്, വലിയ തരത്തിലേക്ക് മുന്നേറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ബാരാക്പൂരിലാണ്. ഇദ്ദേഹത്തിനെ പിന്നീട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, തൂക്കി കൊല്ലുകയാണ് ഇദ്ദേഹത്തിനെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദ ഫസ്റ്റ് മാർട്ടയർ ഓഫ് റിവോൾട്ട് ഓഫ് 1857 1887 കലാപത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറഞ്ഞ ആരാണ്, മംഗൾ പാണ്ഡെയാണ്. അപ്പം ഇതാണ് ഈ ശിപ്പായിമാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു കാരണം എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ അതിൻ്റെ കൃത്യമായ മലയാളം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ശിപ്പായിമാരുടെ ദുരിതങ്ങൾ എന്താണ് എന്നുള്ളത് അവിടെ കാണാം. തുച്ഛമായ ശമ്പളം നോക്കിക്കൂടാ, അതുപോലെ എൻഫീൽഡ് റൈഫിൾസിലുള്ള വെടിയുണ്ടകൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ അവിടെ എന്ത് ചെയ്തോളാം, ഒന്ന് നോക്കിക്കോളാം. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക് മക്കളെ, എന്തായിരുന്നു അടുത്ത പ്രധാനപ്പെട്ട ഒരു റീസണിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, മിസറീസ് ഓഫ് ഫാമേഴ്സ് ആണ്. എന്തായിരുന്നു കർഷകരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ടെക്സ്റ്റ് ബുക്കിലേക്ക് നിങ്ങൾ ഇത് കൃത്യമായി ടെക്സ്റ്റ് ബുക്കിനകത്ത് പോയിന്റ് വൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ കണ്ടോളുന്നില്ല. കാരണം കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മുൻപൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടി ഈസി ആക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എന്ത് ചെയ്യുന്നത്, ചെയ്തിട്ടുള്ളത്. ഫാമേഴ്സിൻ്റെ വിഷയം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മഹൽവാരിയും റൈറ്റ് വാരിയും അതുപോലെ തന്നെ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്സിലൂടെ ഒക്കെ തന്നെ കർഷകരുടെ നട്ടെല്ല് ആരൊടിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ഒടിച്ചിട്ടുണ്ട്. അവരുടെ ടാക്സ് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, റൈറ്റ് വാരി ആൻഡ് മഹൽ വാരി വർ ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് ഡിസ്ട്രോയിഡ് ദ ബാക്ക് ബോൺ ഓഫ് ദി ഫാമേഴ്സ് എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് അല്ലേ. അങ്ങനെ വലിയ തരത്തിലേക്കുള്ള ടാക്സ് ആണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഫാമേഴ്സിന്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുള്ളത്. അത് എന്ത് ചെയ്യാണ്, കർഷകർ ബ്രിട്ടീഷുകാർക്ക് എതിരാക്കി എന്ത് ചെയ്യാണ്, മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് നിങ്ങൾക്ക് ആ സ്ലൈഡിനകത്ത് കാണാൻ പറ്റുന്നത് കേട്ടോ, കർഷകരുടെ ദുരിതം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഒന്നുമില്ല, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ടാക്സ് സിസ്റ്റം തന്നെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ കർഷകർ ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരായി വരുന്നത്. പിന്നീട് അടുത്തത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കിനി നോക്കാനുള്ളത് ക്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ കരകൗശല തൊഴിലാളികൾ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്കെതിരായി എന്നുള്ളതാണ്. മക്കളെ, കരകൗശല തൊഴിലാളികൾ എതിരാവാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്ന് ഈ പറയുന്ന ഒരുപാട് ബ്രിട്ടീഷ് പ്രൊഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർ പ്രധാനമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെയുള്ള പ്രൊഡക്റ്റുകളൊന്നും ആരും വാങ്ങാതെയാവുകയും അങ്ങനെ കരകൗശല മേഖല തന്നെ എന്ത് ചെയ്യാണ്, നശിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നിങ്ങൾ നോക്കിയാൽ മതി. ദ ലാർജ് സ്കെയിൽ ഓഫ് import of machine-made British textiles ruined the textile industry and the import of aluminium vessels and destroyed the pottery making sector. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഒരുപാട് ഈ പറയുന്ന ടെക്സ്റ്റൈൽ മേഖലയായിക്കോട്ടെ, തുണിത്തര വ്യവസായങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റുള്ള മേഖലകളായിക്കോട്ടെ, ഇവിടേക്കൊക്കെ ബ്രിട്ടീഷുകാരുടെ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരികയും അങ്ങനെ ഇന്ത്യൻ പ്രൊഡക്റ്റുകളൊക്കെ എന്ത് ചെയ്യാണ്, ആരും വാങ്ങാതെ ആ മേഖല തന്നെ എന്ത് ചെയ്യാണ്, നശിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന കരകൗശല തൊഴിലാളികൾ എന്ത് ചെയ്യുന്നത്, വലിയ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നതും അങ്ങനെ അവരും എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി അവരും എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും എന്ത് ചെയ്തോളുക, പ്രധാനമായിട്ടും നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എക്സാമിന് എഴുതേണ്ട പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി മക്കളെ, അത് നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഓഫ് കിങ്സ് ആണ്. പ്രധാനമായിട്ട് രാജാക്കന്മാരുടെ പ്രശ്നങ്ങളാണ്. രാജാക്കന്മാരും ഇതിന് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. ആ രാജാക്കന്മാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്നുള്ളത് ആക്കാം. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്താണ്? ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞാൽ ദത്താവകാശ നിരോധന നിയമമാണ്. അതായത് സാധാരണ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ സ്വത്തുക്കൾ ആർക്ക് പോകണം, മക്കൾക്ക് പോകണം. ഇനി ഇതുപോലെ രാജാവിന് കുട്ടികളില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താകും, ഇതുപോലെ തന്നെ ഒരു കുട്ടിയെ ദത്തെടുത്തുകൊണ്ട് ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, അധികാരങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെയായിരുന്നു രീതി. പക്ഷേ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ബ്രിട്ടീഷുകാർ പറഞ്ഞു, രാജാവ് മരിച്ചു കഴിഞ്ഞാൽ രാജാവിന് ഇതേപോലെ തന്നെ കുട്ടികളില്ലെങ്കിൽ ആ സ്വത്തുക്കളൊക്കെ ആർക്ക് പോകണം, ബ്രിട്ടീഷുകാർക്ക് പോകണം. ഒരിക്കലും രാജാവിൻ്റെ ഭാര്യയ്ക്ക് പോലും എന്ത് ചെയ്യില്ല, ആ സ്വത്തിൽ അവകാശമില്ല എന്നുള്ള തരത്തിലേക്കുള്ള ഒരു നിയമം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, കൊണ്ടുവരികയാണ്. അതാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലെങ്കിൽ ദത്തവകാശ നിരോധന നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിനെതിരായിക്കൊണ്ട് വലിയ തരത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ രാജാക്കന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെതിരായി തിരിയുന്നുണ്ട്. അതുകൂടാതെ തന്നെ സബ്സിഡറി അലയൻസ് സിസ്റ്റം ഉണ്ട്. ഇതുപോലെ സൈനിക സഹായ വ്യവസ്ഥയുണ്ട്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളുടെയൊക്കെ തന്നെ മിലിറ്ററിയെ പിരിച്ചുവിട്ടുകൊണ്ട് ഈ നാട്ടുരാജ്യങ്ങളുടെ മിലിറ്ററിക്ക് എന്ത് ചെയ്യാണ്, എല്ലാം ബ്രിട്ടീഷുകാരുടെ സഹായങ്ങൾ കൊടുക്കുകയും അങ്ങനെ നാട്ടുരാജ്യങ്ങളുടെ പവറൊക്കെ കുറച്ചു കൊണ്ടുവരുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെയാണ് ഈ രാജാക്കന്മാരും ആർക്കെതിരായി മാറുന്നത്, ഈ ബ്രിട്ടീഷുകാർക്ക് എതിരായി മാറുന്നത്. ഇനി രാജാക്കന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട രാജാക്കന്മാർ അല്ലെങ്കിൽ റൂളേഴ്സ് എന്ന് നോക്കി കഴിഞ്ഞാൽ മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഏതൊക്കെ രാജാക്കന്മാരാണ് അവർക്കെതിരെ തിരിഞ്ഞതെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഡൽഹിയിൽ ഇതുപോലെ തന്നെ ബഹദൂർ ഷാ സെക്കൻഡാണ്, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ്, ലക്നൌവിൽ ബീഗം ഹസ്രത് മഹലാണ്, കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്, അതേപോലെ തന്നെ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ്. ഇവരായിരുന്നു പ്രധാനപ്പെട്ട റൂളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ, ഇവരുടെ പേരും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി ഇതൊക്കെ ഇവരുടെയൊക്കെ പേരുകളൊക്കെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കണമെങ്കിൽ അതിന് ചെറിയൊരു പാട്ട് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ഞാൻ മുൻപേ ലൈവിലൊക്കെ പാടുന്ന ഒരു പാട്ടാണ്. പാട്ട് ഇത്രയേ ഉള്ളൂ മക്കളെ, പാട്ട് ഇത്രയേ ഉള്ളൂ.
ഡൽഹി ബഹദൂർ ഝാൻസി റാണി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹലും, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പിയുമേ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ളയുമേ. ഡൽഹി ബഹദൂർ ഝാൻസി റാണി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹലും, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പിയുമേ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ളയുമേ. മക്കളെ, ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പാട്ടിലൂടെ ആ പ്രധാനപ്പെട്ട റൂളേഴ്സും അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും എന്ത് ചെയ്യാം നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി മക്കളെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ റിവോൾട്ടിൻ്റെ ഏറ്റവും പരിസമാപ്തി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്തും വിജയിച്ചത്. എല്ലാത്തിനെയും എന്ത് ചെയ്യാനുണ്ട്, ബ്രിട്ടീഷുകാർക്ക് കൃത്യമായിട്ട് അടിച്ചമർത്താൻ എന്ത് ചെയ്യുന്നുണ്ട് സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതുകൊണ്ടുണ്ടായ ഒരു മാറ്റം എന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ ഒരു ചെറിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങൾ കണ്ടത് അതുവരെ ഇന്ത്യക്കകത്ത് ഉണ്ടായിരുന്ന മൂവ്മെൻറ്റിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഹിന്ദുസും മുസ്ലിംസും വളരെ ഐക്യത്തോടു കൂടി പങ്കെടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കലാപമായിരുന്നു ഇത് റിവോൾട്ട് ഓഫ് 1857 അല്ലെങ്കിൽ 1887 കലാപം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ ഐക്യത്തോടു കൂടി പങ്കെടുത്തിട്ടുണ്ടായിരുന്നതാണ്, അവരെ ഒത്തുചേർന്നുകൊണ്ട് നടത്തിയതാണ് ഇത് 1887 കലാപം. അത് പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ഹൈലൈറ്റുകളിൽ ഒന്നായിരുന്നു. അതുകൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിവോൾട്ടിന് ശേഷം അതുവരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുമ്പോൾ അതൊരു പ്രൈവറ്റ് കമ്പനിയുടെ കീഴിലേക്ക് വരുന്ന ഒരു സിസ്റ്റം ആയിരുന്നെങ്കിൽ അത് മാറിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയുടെ ഭരണം നേരിട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ബ്രിട്ടീഷ് പാർലമെന്റ് ടുക്ക് ഓവർ ഇന്ത്യ ഫ്രം ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് അധികാരം നേരിട്ട് പിടിച്ചെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ വിചാരിക്കും ഇന്ത്യയുടെ ഭരണം അടിപൊളിയായി സൂപ്പറായി എന്നൊക്കെ വിചാരിക്കും. അതിലും ചൂഷണത്തിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ഈ അധികാരം മാറി എന്നുള്ളതേ ഉള്ളൂ. ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് വലിയൊരു ഗുണങ്ങളൊന്നും ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് മക്കൾ മനസ്സിലാക്കുക. അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ അത് കൂടാതെ മക്കളെ, ആ കാലഘട്ടത്തിൽ ഏകദേശം ഒരു 2 കോടി ആളുകൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫാമിൻ്റെ ഭാഗമായിട്ട്, ഫാമിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരുപാട് ക്ഷാമങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. 24 ഫാമിൻസ് ഉണ്ടാകുന്നുണ്ട്, 24 ക്ഷാമങ്ങൾ ഉണ്ടാകുന്നത്. അതായത് പട്ടിണി കൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യാണ്, വലയുന്നൊരു സമയമാണ്. അങ്ങനെ ഏകദേശം ഒരു 2 കോടി ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആ കാലഘട്ടത്തിൽ മരിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ പറയുന്ന റിവോൾട്ട് ഓഫ് 1857. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പിക്ചറൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് നമ്മൾ ഈ പഠിച്ചിട്ടുള്ള റിവോൾട്ട് ഓഫ് 1857 അല്ലെങ്കിൽ 1887 കലാപത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. മക്കളെ, ഇത്തരത്തിലേക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളും അല്ലെങ്കിൽ ടോപ്പിക്കുകളും ഒക്കെ തന്നെ നമുക്ക് ഇനിയും ഉണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ എവിടെ അറിയോ, നമുക്ക് ഇനി നടക്കാൻ പോകുന്ന നമ്മുടെ മാരത്തോൺ ഉണ്ടല്ലോ, നമ്മുടെ പ്രധാനപ്പെട്ട മാരത്തോൺ ഉണ്ട്. ആ മാരത്തോണിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും. മെഗാ മാരത്തോണിനകത്ത് കൃത്യമായി നമ്മൾ ഓരോന്നും ചർച്ച ചെയ്യും. അതുകൊണ്ട് നിങ്ങളൊക്കെ ലൈവിൽ വരണം, നിങ്ങളൊക്കെ ലൈവിൽ വാ. ലൈവിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ട്രിക്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫുൾ സോഷ്യൽ സയൻസ് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം. അപ്പോൾ ലൈവിൽ കാണുക, ഫ്രണ്ട്സിനെ കൂടി വിളിച്ചു വരിക. സോ താങ്ക് യു എവരിവൺ, ബൈ.